ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നാം ചിന്തിക്കുന്ന വാക്യം 103-ാം സങ്കീർത്തനം 3-ാമത്തെ വാക്യം. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. മനുഷ്യൻ പാപത്താൽ ബലഹീനനും രോഗത്താൽ ക്ഷീണിതനുമാണ്. പാപം നമ്മുടെ മനസ്സിനെയും രോഗം നമ്മുടെ ബാഹ്യമായ ശരീരത്തെയും ബാധിക്കുന്നൊരവസ്ഥയാണ്. പാപം നമ്മുടെ മനസ്സിനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നൊരു ഘടകമാണെങ്കിൽ, രോഗം നമ്മുടെ ശരീരത്തെ ബലഹീനമാക്കിക്കൊണ്ട് നമ്മുടെ പ്രത്യാശയെ ഉന്മൂലനാശം ചെയ്യുന്നൊരു ഘടകമാണ്. ചുരുക്കത്തിൽ മനുഷ്യൻ പാപവും രോഗവും കൊണ്ട് ബന്ധിക്കപ്പെട്ടവനാണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ വചനം നമ്മെ പഠിപ്പിക്കുന്നു, നമ്മുടെ അകൃത്യമൊക്കെയും മോചിച്ചു തരുന്ന, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്നൊരു കർത്താവാകുന്നു നമുക്കുള്ളത്. പാപത്തിൻ്റെ കുഴിയിൽ ആണ്ടുപോയ നമ്മളെ തൻ്റെ രക്തത്താൽ വലിച്ചെടുത്ത് നിത്യജീവൻ്റെ പ്രത്യാശയിലേക്ക് നയിക്കുന്ന ഒരു കർത്താവിനെയാണ് ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. ഈ ലോകത്തിൽ നാം നേരിടുന്ന കഷ്ടതയ്ക്ക് പരിഹാരം നൽകുന്നൊരു ദൈവം, നാം രോഗത്താൽ ഭാരപ്പെടുമ്പോൾ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ ചിന്താകുലങ്ങൾ ആ കർത്താവിൻ്റെ മേൽ സമർപ്പിക്കുക എന്നും, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന പ്രത്യാശയുമാണ് ആ കർത്താവ് നമുക്ക് പകർന്നു തരുന്നത്. ഈ വചനം കേൾക്കുന്നവർ ഒന്നു മാത്രം ചെയ്യുക. നമ്മുടെ പാപം ഹിമം പോലെ വെളുപ്പിക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിൽ പശ്ചാത്താപത്തോടെ നുറുങ്ങിയ ഹൃദയത്തോടുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. നാം രോഗത്തിൻ്റെ ഭാരത്തിലായിരിക്കുന്നുവെങ്കിൽ, നമ്മുടെ സകല രോഗത്തെയും സൗഖ്യമാക്കുന്ന എൻ്റെ കൃപ നിനക്കു മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും എന്ന് നമ്മോട് അരുളി ചെയ്ത ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നോക്കുക. ആ കർത്താവ് തരുന്ന കൃപ നമ്മുടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിലേക്കും ആ വിശ്വാസം നമ്മുടെ രോഗസൗഖ്യത്തിലേക്കും നമ്മെ വഴി നടത്തും. അപ്രകാരം ക്രിസ്തുവിൽ ജീവിക്കുവാനും ആ ക്രിസ്തുവിനാൽ തന്നെ വിശുദ്ധീകരിക്കപ്പെട്ടവരായി നിത്യജീവൻ്റെ ഓഹരിക്കാരായി തീരുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.